ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. വിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്നേഹം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ? സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. അപ്പോൾ ഈ സ്നേഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതാണ്, സെൽഫ് ലവ്. ഇതില്ലാതെ ആരൊക്കെ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എന്താണ് സെൽഫ് ലവ്? നമുക്ക് എങ്ങനെ അത് നേടാനായിട്ട് സാധിക്കും? നമ്മുടെ ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മെൻ്റലായിട്ടുള്ള നമ്മുടെ ഫിസിക്കലായുള്ള നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ വാല്യൂ കൊടുക്കുകയും അതുപോലെ അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾക്ക് നമ്മളൊരു കെയർ കൊടുക്കുകയും ചെയ്യുന്നതിനാണ് നമുക്കൊരു സെൽഫ് ലവ് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെൽഫ് ലവ് എങ്ങനെ നമുക്ക് സാധ്യമാകും? ഒന്ന്, നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സെൽഫ് അവെയർനെസ് നമ്മളെക്കുറിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമുക്കൊരു സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഇനഫാണ്, ഞാൻ എല്ലാ കാര്യങ്ങളിലും വെല്ലാണ്, എന്നെക്കൊണ്ട് എന്ത് കാര്യങ്ങളും സാധിക്കും, എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പരാജയമല്ല എന്ന് നമ്മൾക്ക് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാനായിട്ട് സാധിക്കണം. അതാണ് ഒരു സെൽഫ് അക്സെപ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയുകയാണ്, എൻ്റെ ലൈഫ് തീർന്നു, ഫാമിലി ലൈഫിൽ ഇനിയിപ്പോൾ ഇതിങ്ങനെയൊക്കെ പോകത്തുള്ളൂ, എൻ്റെ ലൈഫിൽ ഇനി ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല എന്നാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലേക്ക് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചേഞ്ച് തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിനെന്താണ്, നിങ്ങൾ അങ്ങനെ ഒരു സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാക്കി വെക്കണം. യെസ്, എന്നെ കൊണ്ട് കഴിയും, ഇനിയും എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് ഒരു പുതിയ ഒരു തുടക്കം എൻ്റെ ലൈഫിൽ ഇനിയും സാധ്യമാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിച്ച ആൾക്കാരാണ്, നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്, എവിടെ വെച്ചാണ് നിങ്ങൾക്കത് തെറ്റിയതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കണം. എവിടെ വെച്ചാണ് എൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിർത്തിയത്, അല്ലെങ്കിൽ ആര് എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് എൻ്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബന്ധങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എങ്ങനെ അത് ഓവർകം ചെയ്ത് ആ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് നമ്മൾ ലക്ഷ്യം വെച്ചിരുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ ഓടിയെത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, ഇപ്പോഴും എന്നെ കൊണ്ട് ഇത് സാധ്യമാണ് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അടുത്ത വഴികൾ തുറന്നു വരുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരും. അതെ, ഇന്ന കാര്യങ്ങൾ എനിക്ക് നോക്കാനുണ്ട്, അതിന് സമയമില്ല, എനിക്ക് പണം തരാൻ ആരുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരും. അതെല്ലാം ക്യാൻസൽ ചെയ്ത് വയ്ക്കുക. ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ. അതൊന്നും ഇനി എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് മുന്നിലൊരു ലക്ഷ്യമുണ്ട്, ഞാൻ അതിലേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുന്നു. ഇതിനിടയ്ക്കുള്ള ആ തടസ്സങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് ചാലഞ്ച് ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയണം, ഈ നെഗറ്റീവ് തോട്ടുകളോട് പറയണം, ഇനി എൻ്റെ വഴിയിൽ നിനക്ക് സ്ഥാനമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ ചാലഞ്ച് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ ഞാനത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ ആ ഒരു തോട്ടിനെ ചാലഞ്ച് ചെയ്യണം. നെക്സ്റ്റ്, ഒരു സെൽഫ് ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിച്ചിരിക്കുക. ഒരു സെൽഫ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നമ്മളൊരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യണം. അടുത്ത നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് കമ്പാരിസൺ. നിങ്ങളെ മറ്റൊരാളുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്തത്. കാരണം നമ്മളെല്ലാവരും യുണീക്കാണ്. എനിക്കുള്ള കഴിവല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള കഴിവല്ല എനിക്കുള്ളത്. അങ്ങനെ ഓരോ മനുഷ്യനും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു കമ്പാരിസൺ വന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ കമ്പയർ ചെയ്യണം. നിങ്ങളുടെ ഇന്നലകളെ ഇന്നുകൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നലെ സംഭവിച്ച മിസ്റ്റേക്കുകൾ ഇന്ന് സംഭവിക്കാതിരിക്കാൻ, ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ അച്ചീവ്മെന്റ് ഇന്ന് നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളെ വെച്ചും നിങ്ങളുടെ പാസ്റ്റ് ടൈമിനെ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് മാത്രം കമ്പയർ ചെയ്യുക. മറ്റുള്ളവരെ വെച്ച് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇമോഷണലി വെൽബീങ് എന്നുള്ളതാണ്. നമുക്ക് ഇമോഷണലി നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാനായിട്ട് സാധിക്കണം. യൂണിവേഴ്സിനോട് നന്ദി പറയാനായിട്ട് സാധിക്കണം. നമുക്ക് ലഭിച്ച ഒരുപാട് നന്മകളുണ്ട്. ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിങ്ങനെ അക്ക വിട്ട് എഴുതി വെച്ചാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും.
നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം അല്ലേ, അതൊരു പ്രധാനപ്പെട്ട ഗിഫ്റ്റ് അല്ലേ? മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആരോഗ്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം, നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ആ ജോലി, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പാർട്ട്നേഴ്സ് നല്ലതാണെങ്കിൽ അവർ, അല്ലെങ്കിൽ മക്കൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വസ്ത്രം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആഹാരം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ? ഇതിനോടെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് ലഭിച്ച ഇന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം. ഒരു പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഫോർഗീവ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ വന്ന മിസ്റ്റേക്സിനെ കുറിച്ച് ആലോചിച്ചു, അയ്യോ അന്ന് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടായിരുന്നു സംഭവിച്ചത്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം, അയ്യോ പിന്നെ വന്നിട്ട് വീണ്ടും ആലോചിക്കും, അയ്യോ അന്ന് ഞാനത് ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ നമുക്ക് നേരത്തെ വന്നു പോയിട്ടുള്ള മിസ്റ്റേക്കുകൾ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു കാരണവശാലും വീണ്ടും ആലോചിച്ച് പാസ്റ്റിൽ സംഭവിച്ച മിസ്റ്റേക്കിനെ കുറിച്ച് വീണ്ടും വറീഡ് ആവാതിരിക്കുക. ഫോർഗീവ് യുവർ സെൽഫ്. അത് ഓക്കെ, നിങ്ങളോട് തന്നെ ക്ഷമിച്ചോളെ, അതെ അതൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഓക്കെ അത് ക്ഷമിച്ചിരിക്കുന്നു, അത് ഡിലീറ്റ് ചെയ്യുക. അപ്പോഴേ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക, ക്യാൻസൽഡ്. അത് അവിടെ നിന്ന് പോയി. വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് ഒരു നമ്മുടെ സറൗണ്ടിങ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് ഈ നെഗറ്റിവിറ്റി പറയുന്നവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ അവരിൽ നിന്ന് ഒഴിവാനിക്കുക. കാരണം അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ നമ്മളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നെഗറ്റിവിറ്റി പറയുന്നവരെ ജസ്റ്റ് ഒഴിവാക്കുക എന്നാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ. ഇത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ സെൽഫ് കെയർ ആണ്. നിങ്ങൾ ഫിസിക്കലി വെൽബീങ് ആയിട്ട് നിങ്ങൾ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ഫുഡ് കഴിക്കണം. നമ്മൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് കഴിച്ചതിൻ്റെ ബാക്കി, അല്ലെങ്കിൽ മക്കൾ കഴിച്ചതിൻ്റെ ബാക്കി, അങ്ങനെയൊക്കെ കഴിക്കുന്നവരെ നമുക്ക് അറിയാം അല്ലേ? അത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളും ഫ്രഷായിട്ട് ഫുഡ് എടുത്തിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് കഴിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് തരുന്ന ഒരു സെൽഫ് ലവ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺസിഡറേഷൻ, മറ്റുള്ളവരോടൊപ്പം തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതൊക്കെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിനുള്ള ഒരു കാരണമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സൈനാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വസ്ത്രധാരണം. നിങ്ങൾ വീട്ടിൽ ധരിക്കാനാണെങ്കിലും നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ച് ധരിക്കുക. അല്ലെങ്കിൽ പഴയ കീറിയ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സൗന്ദര്യമുള്ളവരായിട്ടിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ അട്രാക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അത് നിങ്ങളെ മാനസികമായിട്ട് തീർച്ചയായിട്ടും സന്തോഷവാനാക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ സെൽഫ് ബ്യൂട്ടി കെയറിലും അതുപോലെ ഹെൽത്ത് കെയറിലും നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം. മറ്റുള്ളവർ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. അതുപോലെ സെൽഫ് കെയർ എടുക്കണം. അത് ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്യൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനൊരു പ്രാധാന്യം കൊടുത്തിരിക്കണം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ പാഷൻ പെർസ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ കണ്ടിരുന്ന ഒരു സ്വപ്നമില്ലേ, അതിലേക്ക് വീണ്ടും നിങ്ങൾ യാത്ര തുടങ്ങണം. അത് നിങ്ങൾ ഒരു വീട്ടമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ വീണ്ടും അത് മുന്നോട്ട് പോവുക എന്നുള്ളത്, ആ പാഷനിലേക്ക് നിങ്ങൾ വീണ്ടും ഓടിത്തുടങ്ങുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ ലവിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത് ആണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴോ മറന്നുപോയൊരു സ്വപ്നങ്ങളില്ലേ, എപ്പോഴോ നിങ്ങൾ ഉപേക്ഷിച്ച കുറച്ച് പാഷനില്ലേ, അതിൻ്റെ പുറകെ വീണ്ടും ചലിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. ഇനി നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണോ, എന്നാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്തെങ്കിലും കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ജോയിൻ ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകണം. അങ്ങനെ നിങ്ങൾ ഒരിക്കൽ ലക്ഷ്യം വെച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പദവിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ, ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ സ്കില്ലുകൾ നിങ്ങൾ പഠിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് സെലിബ്രേറ്റ് യുവർ അച്ചീവ്മെൻറ്റ്സ്. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങളുടെ വിജയത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക. യെസ്, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും.
എൻ്റെ സ്കില്ല് ഞാൻ വർദ്ധിപ്പിക്കും, ഞാൻ പുതിയ സ്കില്ലുകൾ പഠിക്കും, അങ്ങനെ ഞാൻ ഇന്ന പൊസിഷനിലേക്ക് എത്തും എന്ന് നിങ്ങളത് ജസ്റ്റ് മനസ്സിൽ കാണണം. അത് ഞാൻ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നതായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായിട്ട് അത് ഫീൽ ചെയ്യണം. അങ്ങനെ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അത് മനസ്സിൽ. അങ്ങനെ നിങ്ങൾ അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഇംപ്രൂവ്മെൻറ്റിന്, നമ്മുടെ ഹാപ്പിനെസ്സിന് എല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ്. അതുകൊണ്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ സന്തോഷവാനായ ഒരു വ്യക്തിയായി, അല്ലെങ്കിൽ സന്തോഷവതിയായ ഒരു വ്യക്തിയായി തീരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.